ഏറ്റവും വലിയ മോശക്കാരായി മാറുക. അത് സ്വാഭാവികമായി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ ചിന്തിച്ചാലും മതി. അതിന്റെ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി ബന്ധപ്പെട്ട ഒരു കല്യാണം നടക്കുമ്പോൾ വേണ്ടപ്പെട്ട ആൾ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആൾക്കാരാണല്ലോ മനുഷ്യർ. ആ മനുഷ്യന്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും. നമ്മുടെ ആബിദീങ്ങളാണ്, അടിമകളാണ്. അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ്. ഈ അടുത്ത ആൾക്കാർക്ക് അല്ലാഹു നൽകിയ വലിയ സമ്മാനമാണ് റമദാൻ. ആ റമദാൻ അല്ലാഹു നമുക്ക് നൽകുന്ന ഈ ഓഫറുകൾ സ്വീകരിക്കുമ്പോൾ ആ റമദാനിലേ വന്നെത്തിയിട്ട് കാര്യം നേടിയിട്ട് പോകുന്നത് ശരിയായ ഏർപ്പാടല്ല. മാനുഷികമായ ഒരു ചിന്തയുണ്ടാവുമല്ലോ. നമ്മൾ നേരത്തെ ഒരു ഏത് വിഷയത്തിലായാലും, ഒരു ഫംഗ്ഷൻ കാര്യത്തിലായാലും, ഏത് വിഷയത്തിലായാലും അതിനൊരുപാട് കഷ്ടപ്പാടുകൾ എന്റെ പിന്നിലുണ്ട്. അതൊക്കെ അനുഭവിക്കണം. ഒരു കല്യാണം വന്നാൽ തന്നെ വേണ്ടപ്പെട്ട കൊച്ചാപ്പായും മൂത്താപ്പന്മാരൊന്നും ഒരാരും തിരിഞ്ഞു പോലും നോക്കാതെ, കല്യാണത്തിന്റെ ആവശ്യമുണ്ടോ, അവിടെ എന്തൊക്കെ കുറവുണ്ടെന്നോ ഒന്നും ചോദിക്കാതെ ഒന്നും ചെയ്യുന്നില്ല. ഒന്നും നിൽക്കാന്റെ സമയത്ത് പുസ്തകം അടുത്തേറി ഇരുന്നാൽ ഇങ്ങനെ ഇരിക്കും. വേണ്ടപ്പെട്ട ഒരു കൊച്ചാപ്പ അല്ലെങ്കിൽ പെണ്ണിന്റെ വാപ്പ അവിടെ ആരാവട്ടെ, ഈ ഒരു കല്യാണത്തിന് അവന്റെ പിന്നിലുണ്ടാകുന്ന ഒരുപാട് കഷ്ടപ്പാടുകളും വിഷമങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അന്വേഷിക്കലോ ചോദിക്കലോ വേണ്ടതൊന്നും പരിഹരിക്കാതെ നിൽക്കാവുന്നപ്പോ നേരെ ഫ്രണ്ടി വന്ന് സാക്ഷിയായിട്ട് കയറിയിരിക്കുകയാണ്. അതൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയ പെണ്ണിന്റെ വാപ്പാര അവസ്ഥ എന്തായിരിക്കും? വേണ്ടപ്പെട്ട ഇയാൾ എന്താ ഇത്രയും തിരിഞ്ഞു പോലും നോക്കാത്ത ഒരാൾ ഇന്ന് വന്നിട്ട് ആളാവാൻ വേണ്ടി ഫ്രണ്ടി കയറിയിരിക്കാന്ന് ചിന്തിക്കൂ. ഇതേ ചിന്ത റബ്ബിന്റെ അടുക്കലേക്ക് വരികയാണ്. ഈ റജബിലും ശഅബാനിലും നന്നാവണം. പൂർണ്ണമായും തെറ്റുകളെല്ലാം വലിച്ചെറിഞ്ഞ് എല്ലാ ഖളായി പോയ നമസ്കാരങ്ങളെല്ലാം ഖളാ വിട്ടണം. നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ, നഷ്ടമായതെല്ലാം ഖളാ വിട്ടണം. കൊടുക്കേണ്ട ഇടപാടുകളൊക്കെ വീട്ടണം. എന്നിട്ട് റമദാനിലേക്ക് കടന്നു വരാതെ ഈ 2 മാസവും നിന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു റമദാൻ 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 വരുന്നെന്ന്. എന്നിട്ട് പോലും മനസ്സിലൊരു ആത്മാവായ ഒരു പരിവർത്തനത്തിലേക്ക് ഉണ്ടാകാൻ കഴിയുന്നില്ലെങ്കിൽ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പരാജിതനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമയങ്ങളെല്ലാം നഷ്ടമാവുകയാണ്. ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത ദിവസങ്ങളും മണിക്കൂർ കഴിഞ്ഞു പോയി. ഇത് 2025 ജനുവരി. ഇന്ന് 17ാമത്തെ ദിവസം അല്ലേ? ഈ ഒരു 17 ഇന്നലെ 16ആയി. ഇനി 2020 ഇനി ജനുവരി ഒരു 16 ഉണ്ടാവണമെങ്കിൽ ഒരു വർഷം കഴിയണം. ഇനി ഒരു ജനുവരി 16 ഉണ്ടാവണമെങ്കിൽ ഇനി ഒരു വർഷം ഇങ്ങനെ ചുറ്റി കടന്നു വരണം 16 ഉണ്ടാവണമെങ്കിൽ. ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. ഇതേ ദിവസം ഇനി ഉണ്ടാകണമെങ്കിൽ ഒരു വർഷം സഞ്ചരിക്കേണ്ടതുണ്ട്. 365 ദിവസങ്ങൾ സൂര്യചന്ദ്രഗോളങ്ങൾ ഇങ്ങനെ വലയം ചെയ്ത് കറങ്ങി വരണം. അള്ളാഹു വിധിയുണ്ടോ എന്ന് അറിയില്ലല്ലോ, എത്തുമെന്നും അറിയില്ല. അതുപോലെയാണ് ഇങ്ങനെ നഷ്ടമായിക്കൊണ്ടേയിരിക്കുന്ന സെക്കൻഡുകളും മണിക്കൂറുകളും അന്വേഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹുവിലുണ്ടാകുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഈമാൻ. ആ ഈമാൻ നമുക്ക് ഉറപ്പിച്ചു നിർത്തേണ്ട സമയം കൂടി കടന്നു വരികയാണ്. ഓരോന്നും അള്ളാഹു നമ്മളെ മുമ്പിലേക്ക് കാണിച്ചിരിക്കുകയാണല്ലോ. എന്തേ അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് മടങ്ങാൻ ഒരു മടി? അള്ളാഹു താക്കി നൽകുന്ന വിശുദ്ധമായ ഖുർആൻ ഓരോ തിന്മകളും തെറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം നൽകുമ്പോൾ അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് മടിക്കുന്നു? നമ്മളൊക്കെ ഫലസ്തീനെ കുറിച്ച് ആലോചിച്ച് ഫലസ്തീനെ ഇഷ്ടപ്പെടുന്നത്, അവിടെ ബോംബിടുന്നത്, ബോംബ് സ്ഫോടനവും അവിടുത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് വിഷമിക്കാറുണ്ട്. 2 ദിവസം മുമ്പ് ഫലസ്തീനിൽ സന്തോഷത്തിന്റെ രൂപത്തിൽ അവിടുത്തെ വെടിനിർത്തൽ യുദ്ധപ്രഖ്യാപനം നിർത്തി, വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എന്നിട്ട് ഒരു ഇന്നലെ അവർ 46 വരെ അവരെ കൊന്നു കളഞ്ഞു. അതെങ്ങനെയാണല്ലോ, അവര് ലംഘിക്കുന്നവരാണല്ലോ ധിക്കാരികൾ. അങ്ങനെയാണ്. എന്നിട്ടും ഇന്നലെ അവർ 46ഓളം വരുന്ന ആൾക്കാർ ഇന്നലെ മരണപ്പെട്ടു ഫലസ്തീനിൽ. അത് അവിടുത്തെ അവസ്ഥ അതാണ്. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹു ഇതൊന്നും കാണുന്നില്ലേ, ഇതൊന്നും അറിയുന്നില്ല, ഇത്ര വലിയ ക്രൂരത കൊടുക്കുമെന്ന് അറിയുന്നില്ലേ? അതിനൊക്കെ ഒരു വലിയ പരിഹാരം കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ അറിഞ്ഞു കാണും ഇല്ലേ? ലോക രാജ്യങ്ങളെല്ലാം അടക്കി ഭരിക്കുന്ന അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലും കാലിഫോർണിയയിലും എന്ത് സംഭവിച്ചു? എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അല്ലാഹുവിനെ കുറിച്ച് തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയ്ക്കുന്നവൻ എന്നിൽപ്പെട്ടവനെന്നാണ് മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായി ദീൻ പഠിപ്പിക്കുന്നത്. ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ. തന്നെ പോലെ തന്നെ അയൽവാസിയെ സ്നേഹിക്കണമെന്ന് ബൈബിളിൽ പറയുകയാണ്. ആ ബൈബിൾ പറഞ്ഞത് അവിടെ അവസാനിക്കുകയാണ്. തന്നെ പോലെ തന്നെ അയൽവാസിയെ സ്നേഹിക്കണമെന്ന് അവിടെ പറഞ്ഞ് അവസാനിച്ചെങ്കിലും ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ?
നിന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് നീ വയറ് നിറയ്ക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് നിന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നത് കണ്ടിട്ടും നിന്റെ വയറ് നിറച്ചു കഴിഞ്ഞാൽ നീ ഇസ്ലാമിൽപ്പെട്ടവനിൽ നിന്നൊരു കണ്ടീഷൻ കൂടെ വെക്കുന്നു. നീ വയറ് നിറച്ചു കഴിഞ്ഞു, നിന്റെ അയൽവാസി അത് ആരോ ആകട്ടെ, മുസ്ലിമോ ഹൈന്ദവനോ ക്രൈസ്തവനോ മതമുള്ളവനോ മതമില്ലാത്തവനോ ഏതുവനോ ആകട്ടെ, ഏത് ജാതിയാവട്ടെ, ഏത് വർഗമാവട്ടെ, അവൻ പട്ടിണി കിടക്കുമ്പോഴും എന്റെ വീട്ടിൽ നീ സുഭിഷ്ടമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നീ എന്റെ മതത്തിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നീ മുസ്ലിം ആകൂല. അതാണ് മതം പഠിപ്പിക്കുന്നത്. വെറുതെ അല്ല, നീ മുസ്ലിം ആകൂല, എന്റെ മതത്തിന് നീ പുറത്തുപോയി. ഇത്ര വലിയ കാഴ്ചപ്പാട് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ആയിരിക്കും ആ നിലയ്ക്ക് തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഒരു രാജ്യത്തുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ അയൽ രാജ്യത്ത് നമ്മളുമായി ബന്ധപ്പെട്ട മറ്റൊരു രാജ്യത്ത് ഒരു വിപത്തുണ്ടാകുമ്പോൾ, ഒരു വിഷമം ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, അമേരിക്കയിലെ കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലും ഉണ്ടായ കാട്ടുതീയുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. 10-12 ദിവസത്തോളം ആ തീ പടർന്നുപോയപ്പോൾ ഒരിക്കലും നമ്മൾ അതിന് സന്തോഷിക്കുന്നവരല്ല. അങ്ങനെയാണ് അയൽവാസിയെ പോലെ തന്നെയാണ് അയൽ രാജ്യവും നമ്മൾ കാണേണ്ടത്. ഒരിക്കലും നമ്മൾ പക്ഷേ അത് പറയേണ്ടത്, ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കാരണം എന്താണ്? ഇനി അമേരിക്കയിലെ നിയുക്ത പ്രസിഡന്റായി വരാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ്, ആ ട്രംപിന്റെ ഒരു പ്രഖ്യാപനം ഒരു 2 ആഴ്ചകൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ വലിയ രീതിയിൽ പ്രഖ്യാപിക്കുകയാണ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാത്തിനെയും ഒരു നരക തുല്യമായി മാറ്റാൻ പോകും. അദ്ദേഹം പറയുന്ന കണ്ടീഷൻ, ഹമാസ് അടക്കമുള്ള ആൾക്കാർ അവിടുത്തെ വേണ്ടപ്പെട്ട മോചനയെ അവർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന മുസ്ലിം രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും രാജ്യങ്ങൾ, ഈ മിഡിൽ ഈസ്റ്റ് മുഴുവനും ഞാൻ എന്താക്കി മാറ്റും, നരകമാക്കി കത്തിച്ചു കളയും എന്നാണ് അഹങ്കാരത്തിന്റെ ധ്വനിയോടുകൂടി ആര് പറഞ്ഞത്? ഇനി അമേരിക്ക നിലവിലെ പ്രസിഡന്റ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇതൊന്നും അള്ള കാണില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഒരു ഈമാനുള്ള മുസ്ലിമിനെ സംബന്ധിച്ചോളം ഇത്തരമുള്ള കാര്യകാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു അവിശ്വാസി മുസ്ലിം ആവൂല, അത് വേറെ വിഷയം. ഒരു അവിശ്വാസത്തിൽ കണ്ടിട്ട് മുസ്ലിം ആവണമെന്നുള്ള ചിന്ത വരുന്നില്ല. പക്ഷെ മുസ്ലിമായ മനുഷ്യന്റെ ഈമാൻ വർദ്ധിക്കണം. ഖുർആൻ എത്രയോ പറഞ്ഞു, നിങ്ങളെ മുമ്പിൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളും തമ്മാടിത്തരങ്ങളും ചതികളും ഇതൊന്നും ഞാൻ കാണുന്നില്ലെന്നാണോ നിങ്ങളെ വിചാരം? നിങ്ങളിവിടെ നടത്തുന്ന ഉപദ്രവങ്ങളും ഇതൊന്നും ഞാൻ അറിയുന്നില്ലെന്നാണോ നിങ്ങളെ വിചാരം എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് നഹ്ലിൽ കൂടി അല്ലാഹു പഠിപ്പിക്കുന്നു. ഫാമിനല്ലദീന മകറു സയ്യിആത് അയ്യഖ്സിഫല്ലാഹു ബിഹിമുൽ അർദ് ഔ യഅതിയഹുൽ അദാബു മിൻ ഹൈസു ലാ യശ്കുറൂൻ. ഈ ഖുർആനിന്റെ അകത്തുള്ള വാക്യമാണ്. അതുകൊണ്ടാണ് മുഅ്മിന് സമാധാനം ഉണ്ടാവേണ്ടത്. ഇവിടെ അടിച്ചമർത്തുമ്പോഴും ഫലസ്തീനിൽ കഷ്ടപ്പെടുന്ന എത്ര വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. നമ്മൾ കണ്ടതാണല്ലോ ഫലസ്തീന്റെ അവസ്ഥ. വീടുകൾ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ഉമ്മമാർ നഷ്ടപ്പെട്ടു, ബാപ്പമാർ നഷ്ടപ്പെട്ടു, സർവ്വതും നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന്റെ മുമ്പിൽ. എന്നിട്ടോ ഈ അമേരിക്കയിലെ വലിയ വലിയ നേതാക്കന്മാരും സമ്പന്നരും അതിൽപ്പെട്ട വലിയൊരു മനുഷ്യനുണ്ടായ ജെയിംസ് വുഡ് എന്ന് പറയുന്ന ഒരു ഫിലിം ആക്ടർ, ബോളിവുഡിലെ വലിയ ഫിലിം ആക്ടറാണ് ജെയിംസ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഈ ഫലസ്തീനുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹം ആദ്യമായി ഫേസ്ബുക്കിൽ ഇട്ടത് kill them all എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഈ ജെയിംസ് വുഡ് എന്ന് പറയുന്ന ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ ഫോട്ടോ ഇട്ട് ഫലസ്തീനിനെ മുഴുവൻ കൊന്നു കളയുമോ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത വേറൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക. എന്ത് പോസ്റ്റ് ആയിരുന്നു അത്? ഒരു ഉമ്മ, ഫലസ്തീനിൽപ്പെട്ട ഒരു ഉമ്മ, അവരുടെ വീട് മുഴുവനും തകർന്നടിഞ്ഞു പോയി. ആ വീട്ടിന്റെ മുമ്പിൽ 2 കൈയും ഇങ്ങനെ തലയിൽ കൊടുത്തുകൊണ്ട് ഒരു ഉമ്മ കരയുന്ന ഫോട്ടോ കണ്ടു. ആ ഫോട്ടോയും ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അദ്ദേഹം ആ ഫോട്ടോയുടെ അടിയിൽ ഇടുകയാണ്. എന്തുകൊണ്ടിരുന്നു? മുഴുവൻ ഫലസ്തീനികളെ കൊന്നുകളയൂ ഇസ്രായേലേ. നോ ഫിയർ, നോ കോംപ്രമൈസ്. ഒരു കോംപ്രമൈസും അവിടെ വേണ്ട. നോ ഫോർഗിവ്നെസ്, അവിടെ ഒന്നും കൊടുക്കണ്ട. All them, kill all them. അവരെ മുഴുവനും കൊന്നുകളയൂ.
എന്നിട്ട് ഈ ഫോട്ടോ അടിക്കടിയാണ് നൈസ് ജോബ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഉമ്മയുടെ വീട് നഷ്ടപ്പെട്ടു, മക്കളും സർവ്വം നഷ്ടപ്പെട്ടു. ആ ഉമ്മ വീടിന്റെ പൊട്ടി തകർന്ന വീടിന്റെ മുമ്പിൽ കൈ വെക്കുന്ന ഒരു ഫോട്ടോ പത്രങ്ങളിൽ വന്നപ്പോൾ ഈ ഹോളിവുഡിലെ സൂപ്പർ സ്റ്റാർ ആകുന്ന ജെയിംസ് വുഡ് എഴുതുകയാണ് നൈസ് ജോബ്, നല്ല അടിപൊളി കാര്യമാണ് ചെയ്തതെന്ന് ഇടുകയാണ്. മുഅ്മിനീങ്ങളെ, ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ ആഴ്ച ലോകം എടുത്തു നോക്കുമ്പോൾ ഈ ഫേസ്ബുക്കിൽ ഇത്രയും ക്രൂരമായ രീതിയിൽ ഒരു മനുഷ്യൻ എഴുതിയ ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? കോടിക്കണക്കിന് മില്യൺ കണക്കിന് അയാളുടെ സമ്പാദ്യങ്ങളുടെ സർവ്വതും നശിച്ചുപോയി. അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കരയുന്ന ഒരു ഫോട്ടോ, എന്റെ എല്ലാം നഷ്ടമായി പോയി, എന്റെ വീട് തകർന്നു പോയി, എന്റെ വീട് തകർന്ന കത്തിച്ചാമ്പലായി പോയി എന്ന് പറഞ്ഞ് കരയുന്ന ഈ ജോൺസ് വുഡിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഇവിടത്തെ ഒന്നിനും പകരം ചോദിക്കാതെ വിടാതിരിക്കൂല ഒരാളെയും. ചോദിക്കേണ്ട സമയത്തൊക്കെ ചോദിക്കും. ലോകത്തിന്റെ മുഴുവനും അഭയാർത്ഥികളെ സൃഷ്ടിച്ച രാജ്യമാണ് അമേരിക്ക. എന്നാൽ ആ രാജ്യം ഇന്ന് അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഗ്രൗണ്ടുകൾ നിറയുന്നു. കാഴ്ചകൾ എത്ര ഭയാനകമാണെങ്കിലും സന്തോഷിക്കലല്ല, അതൊരു പാഠമാണ്. ആ തീ എത്ര ദിവസമാണ് ആ തീ നിന്നത്? എത്ര ദിവസമാണ് ഇങ്ങനെ അടിച്ചു പോവുക, കെട്ടിടങ്ങൾ വരെ കത്തിപ്പോവുക. ഇതേപോലെ പച്ച കെട്ടിടങ്ങളും പച്ച മരങ്ങളും കത്തി ചാമ്പലായി പോകുന്നു. ചിന്തിച്ചു നോക്കണേ. അവിടുത്തെ എയർ ഫോട്ടോ കണ്ടു നോക്കിയാൽ, അതായത് ഡ്രോണുള്ള വീഡിയോ കണ്ടു നോക്കിയാൽ കാണാം ഒരു നരകത്തിന്റെ ഭീതിയായി മാറി. ഇങ്ങനെ നോക്കുമ്പോൾ മുഴുവനും കത്തിയുടെ ഗോളം. ഒരു നരകത്തിനെ ദുനിയാവിൽ എങ്ങനെ സംവിധാനം ചെയ്തിട്ടുണ്ടോ അതുപോലെയാണ് കാലിഫോർണിയ പൂർണ്ണമായി നശിച്ചു പോയി. ഇസ്രയേലിന് വേണ്ടിയിട്ട് മില്യൺ കണക്കിന് സമ്പാദ്യങ്ങളും തോക്ക് വാങ്ങാനും യുദ്ധത്തിന് വേണ്ടിയിട്ടും അമേരിക്ക കൊടുത്തെങ്കിൽ ഇന്ന് കണക്ക് പോലും അവർക്ക് പറയാൻ നാണക്കേട് വരുന്ന രീതിയിൽ കാലിഫോർണിയ ഒന്നടങ്കം ജോർജിയ രാജ്യസ് മുഴുവൻ നശിച്ചു പോയി. എത്ര മില്യൺ കോടി നഷ്ടം. ലോകരാജ്യത്തിന്റെ കൊമ്പന്മാരാണ്. അവരാരോട് കൈനീട്ടാനാണ്? കൈനീട്ടേണ്ട അവസ്ഥയാണ്. പക്ഷെ കൈനീട്ടാൻ നാണക്കേട് അനുവദിക്കൂല. ഇനി അറിഞ്ഞു കൊടുക്കണം ഓരോ രാജ്യങ്ങളും. അവർ അഭിമാനമാണല്ലോ. ലോകരാജ്യങ്ങൾക്ക് സമ്പത്ത് കൊടുക്കേണ്ട രാജ്യമാണ് ഇന്ന് ആ രാജ്യത്തിന്റെ അവസ്ഥ. നിരവധി സാധുക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. കണക്കൊന്നും അവർ പുറത്തു വിടൂല. അത് അവർ രാജ്യത്തിന് മോശമാണ്. ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്ക് 25 പേര് മാത്രം മരിച്ചു എന്നല്ല, അതിലപ്പുറം എത്രയോ മരിച്ചു. സാധുക്കൾ ഒരുപാട് മരിച്ചുപോയി. ഇതൊരു പാഠമാണ് മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും ചിന്തിക്കേണ്ട പാഠമാണ്. ഇത് കണ്ടിട്ട് ഒരു അവിശ്വാസി മുസ്ലിം ആവൂല. പക്ഷെ മുസ്ലിമായ നമ്മുടെ ഉള്ളിൽ ഈമാൻ വർദ്ധിപ്പിക്കണം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ കാര്യകാരണങ്ങളെല്ലാം ദുനിയാവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബ് എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ മനുഷ്യനും സയൻസും ശാസ്ത്രത്തിനും അപ്പുറം ഒന്നുമല്ല. മനുഷ്യനും സയൻസും ശാസ്ത്രവും മാത്രമാണ് ഇവിടെ ഏറ്റവും വലുതെന്ന് അഹങ്കരിക്കുന്ന വലിയൊരു മനുഷ്യ വിഭാഗത്തിലേക്കാണ് അല്ലാഹു ഈ ഒരു അനാഥ ഇറക്കി കൊടുത്തത്. ഇന്നും അവിടുത്തെ കഷ്ടത മാറി ചിന്തിച്ചു നോക്കൂ. ആ തീയുടെ പവർ എന്താണ്? നരകത്തിൽ എത്രയോ അംശമാണ് ഇവിടുത്തെ തീ. ആ കെട്ടിടങ്ങൾ കാണാവില്ല. കെട്ടിടങ്ങൾക്ക് കത്തിപ്പോവുക, നിമിഷ നേരം കൊണ്ട് കത്തിപ്പോവുക. ആ തീയുടെ ഒരു പവർ എന്ന് ചിന്തിച്ചു നോക്കി. ആ സമയത്ത് അവർ അടിച്ചു വീശാൻ കാറ്റ് കൊണ്ടുപോകുന്ന പോക്ക് എന്തൊക്കെ നമ്മൾ കാണേണ്ടത്. അള്ളാഹുവിന് ഇനിയും നിങ്ങൾക്ക് എന്താ ഓർമ്മ വരാത്തത്? ഇനി എന്താണ് ഖുർആൻ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാൻ നമ്മൾക്ക് മനസ്സ് വരാത്തത് എന്താണ്? അപ്പൊ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈമാൻ ഉറപ്പിക്കണേ, ഒന്നും കൂടി ഉറപ്പിക്കണേ. അതുകൊണ്ടാണ് ഇത് കാണുമ്പോൾ അല്ലാഹുവേ, നാളത്തെ അദാബ്, നാളത്തെ ഖബർ, നാളത്തെ എന്റെ മരണം, ഇതൊക്കെ ചിന്തിക്കണം നമ്മുടെ ഉള്ളിലേക്ക്. അതിനു വേണ്ടിയിട്ട് അള്ളാഹു ഡിസ്പ്ലേ സംവിധാനം പോലുള്ള ഡെമോ കാണിച്ചിരുന്നു. പലതും നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നില്ല. അതുകൊണ്ട് നന്നാവണേ, കൽബ് കൊണ്ടും ശരീരം കൊണ്ടും എല്ലാം നന്നാവണം. അള്ളാഹുലേക്ക് മടങ്ങണം. അള്ളാഹുലേക്ക് മടങ്ങി റജബ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കഴിഞ്ഞാൽ റജബ് വിടവാങ്ങുകയാണ്. പിന്നെ ശഅബാൻ ഒരു മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ശഅബാൻ കഴിഞ്ഞാൽ റമദാൻ കടന്നു വരികയാണ്. ഇനിയെങ്കിലും നമസ്കാരങ്ങൾ ഒഴിവാക്കുന്നവരോട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെ അല്ലാഹു നൽകുന്ന വലിയ പാഠമാണ്. നമസ്കാരത്തെ പറ്റി എന്നും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ ഇവിടെ ഇങ്ങനെ ചലച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ മുമ്പിലുള്ള നിങ്ങൾക്ക് നിസ്കാരമായ ഒരു ബന്ധവുമില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ.
നിസ്കാരമില്ലാത്തവന്റെ മുമ്പ് ഓർത്ത് വെക്കുകയാണെന്ന് പറഞ്ഞാല് അത്രയും സമയം വേസ്റ്റാണ്. നിസ്കാരമില്ലേ, അത് അസിലാണ്, അത് അടിസ്ഥാനമാണ്. നിസ്കാരമില്ലാത്തവന് ഒന്നുമില്ല. അങ്ങനെ തന്നെയാണ്. അപ്പൊ നിസ്കാരം ഉള്ളവനിലേക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹു കരുണയുള്ളവനാണ്, അവൻ പുറത്തു തരുമെന്ന് ഉറപ്പില്ല. റമദാൻ പുറക്കുന്ന മാസമാണ്. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞുപോയ നമസ്കാരങ്ങൾ നമുക്കറിയില്ലെങ്കിലും, ദിവസങ്ങളോ സമയങ്ങളോ അറിയെങ്കിലും അറിയുന്ന രൂപത്തിൽ കഥാ വീട്ടിയിട്ട് ഇനിയുള്ള നിമിഷങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്താതെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവം കാണിച്ചുകൊണ്ട് റമദാനെ നല്ലതുപോലെ സ്വീകരിക്കാൻ നമ്മൾ ഖൽബും ശരീരവും നമ്മൾ തയ്യാറാകണം. അള്ളാഹുവിനെ നിങ്ങൾ മറന്നുപോയാൽ അള്ളാഹു നിങ്ങളെ മറക്കൂല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ മറന്നു കളയുന്നുണ്ടെങ്കിലും അള്ളാഹു മറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫലസ്തീനികൾക്ക് അല്പമെങ്കിലും അവരുടെ ഉള്ളിൽ ആശ്വാസം വന്നിട്ടുണ്ടാവും. സന്തോഷിച്ചില്ലെങ്കിലും ഈ ലോകം ഒന്നടങ്കം ഫലസ്തീൻ കത്തിച്ചാമ്പലാകുന്നത് കണ്ടപ്പോൾ അതിൽ അഹങ്കരിച്ചവരൊക്കെ ഇന്ന് വിഷമിക്കുകയും ലോക രാജ്യങ്ങൾ മുഴുവൻ പേടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ അള്ളാഹു കൊടുത്തില്ലേ? നമ്മൾ ഇതൊക്കെ മറന്നുപോയി. ഫലസ്തീനിലൊക്കെ യുദ്ധം തുടങ്ങിയിട്ട് 1.5 വർഷം കഴിഞ്ഞു ഏകദേശം. നമ്മൾ പതുക്കെ ആ വിഷയങ്ങളൊക്കെ മറന്നു ഇരിക്കുമ്പോഴാണ് ഇത് അമേരിക്കയിൽ നിന്ന് കത്തിപ്പോൾ പടർന്നെത്തി. കണ്ടോ, അള്ളാഹു മറക്കൂല. അങ്ങനെ ഞാൻ പറയുന്നത്, നിങ്ങൾ പോലും അറിയാത്ത മാർഗത്തിൽ കൂടെ നിങ്ങളെ ഞാൻ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാണ്. അതുകൊണ്ട് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാനെ നമ്മൾ ഒന്നും കൂടെ ബലപ്പെടുത്തണം. തഖ്വ ഉണ്ടാവണം. നമസ്കാരങ്ങൾ ഖളാവിട്ടേണ്ടത് ഖളാവിട്ട് നമസ്കരിക്കണം. കൃത്യമായ ജമാഅത്തിൽ പങ്കെടുക്കണം. റജബ് കഴിയുകയാണ്. ഇനി മിഅ്റാജിന്റെ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് പറയാൻ ഓർമ്മപ്പെടുത്താനുണ്ട്. റജബിന്റെ ശ്രേഷ്ഠമായ നിസ്കാര നിർബന്ധമാക്കിയ സമയങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇനിയെങ്കിലും നിസ്കാരമില്ലാതെ കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാളെ രക്ഷപ്പെടണോ? നാളെ മരണസമയത്ത് രക്ഷപ്പെടണോ? നാളെ ഖബറിൽ രക്ഷപ്പെടണോ? നാളെ മഹ്ശറിൽ രക്ഷപ്പെടണോ? നാളെ സ്വർഗ്ഗത്തിൽ പോകണോ? നിസ്കരിക്കണേ. നിസ്കാരം വലിയ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഒരു മനുഷ്യന് കൃത്യമായ നമസ്കാരമുണ്ടോ, അവൻ നല്ലവനാണ്, അല്ലെങ്കിൽ അവൻ നന്നാവേണ്ടവനാണ്, അവൻ നന്നാവും. അള്ളാഹു മറ്റെല്ലാ വിഷയങ്ങളും പുറത്തു കൊടുക്കും. നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ ഇളവില്ല. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങൾ നന്നാവണം. റജബ് മാസം നിസ്കാരത്തിന്റെ മാസമാണെന്ന് വലിയ പ്രാധാന്യത്തോടെ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള നമസ്കാരങ്ങൾ ഒന്നും കൃത്യമായ നമസ്കാരമായി മനുഷ്യന്റെ ജീവിതത്തിൽ കൊണ്ട് നടന്നുകൊണ്ട് കൃത്യമായ രൂപത്തിൽ ജമാഅത്ത് നമസ്കരിക്കുക. അതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ കൃത്യമായ സമയത്തിനുള്ളിൽ നമസ്കരിക്കാനുള്ള ചിന്തയോടുകൂടി ജീവിക്കുക. അള്ളാഹു കാണിച്ചു തരുമ്പോൾ നാളെ ഇതുപോലുള്ള അദാബ് നമ്മുടെ മുമ്പിലും അള്ളാഹു നമുക്ക് നൽകുമെന്നുള്ള ഉറപ്പ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു. അതാണല്ലോ ഇത് ചിന്തിക്കുന്നവർക്ക്, ബുദ്ധിയുള്ളവർക്ക് ഖുർആൻ എന്ന് പറയുന്നത് ചിന്തയാണ്. അപ്പം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, ചിന്തയുള്ളവർക്ക് ഇതിന് ഗൗരവം മനസ്സിലാകും. നാളെ ഇതേപോലെ ഈ കാണുന്ന തീ കണ്ടില്ലേ, ഇതേപോലെ തീയിലെ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടവനാകേണ്ടവനാണോ ഞാനെന്ന് ചിന്തിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും